KTU-VC നിയമനത്തിൽ ഗവർണറുടെ നടപടിയെ ചോദ്യം ചെയ്തും കോൺഗ്രസ് നിലപാട് തള്ളിയും PK കുഞ്ഞാലിക്കുട്ടി സർവകലാശാലകൾ ഗവർണർ കയറി ഭരിക്കുന്നതിനെ മുസ്ലിം ലീഗ് പിന്തുണയ്ക്കില്ലെന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ഗവർണറുടെ നടപടി അംഗീകരിക്കാനാവില്ലെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. VC നിയമനത്തെ ന്യായീകരിച്ച ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ചാൻസലർക്കുള്ള അധികാരമാണ് നടപ്പാക്കിയതെന്ന് പറഞ്ഞു. എന്നാൽ ഗവർണർ രാഷ്ട്രീയ താൽപര്യത്തോടെ VC-മാരെ നിയമിച്ചുവെന്ന് SFI. ഗവർണറെ പിന്തുണച്ചുള്ള കോൺഗ്രസ് നിലപാടിനെ പൂർണ്ണമായും തള്ളിക്കൊണ്ടായിരുന്നു PK കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം. സർവകലാശാലകൾ ഗവർണർ കയറി ഭരിക്കുന്നതിനെ മുസ്ലിം ലീഗ് പിന്തുണയ്ക്കില്ലെന്ന് വ്യക്തമാക്കിയ PK കുഞ്ഞാലിക്കുട്ടി നടപടി അംഗീകരിക്കാനാവില്ലെന്നും ഗവർണറുടെ BJP രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ് ഇതൊക്കെയെന്നും പറഞ്ഞു. എന്നാൽ VC നിയമനത്തെ ന്യായീകരിച്ച ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ചാൻസലർക്കുള്ള അധികാരമാണ് നടപ്പാക്കിയതെന്നും ഹൈക്കോടതി വിധിക്ക് ശേഷമാണ് നിയമനം നടത്തിയതെന്നും പറഞ്ഞു. The Chancellor has every authority to act in accordance in the light of the judgment of the Supreme Court and UGC regulations. Read the judgment. It has been given only day before yesterday. Why I was waiting for last more than a month? ഗവർണർ രാഷ്ട്രീയ താൽപര്യത്തോടെ VC-മാരെ നിയമിച്ചുവെന്നാരോപിച്ച് SFI സംസ്ഥാന പ്രസിഡന്റ് K. അനുശ്രീ ഹൈക്കോടതിയെ വെല്ലുവിളിച്ചാണ് ഗവർണറുടെ നീക്കമെന്നും ഗവർണർ സംഘപരിവാർ അജണ്ട നടപ്പിലാക്കുന്നുവെന്നും പറഞ്ഞു. കേരളത്തിനകത്തുള്ള ഗവർണർ വളരെ കൃത്യമായി രാഷ്ട്രീയ താൽപര്യത്തിന്റെ ഭാഗമായി ഇന്നലെ സാങ്കേതിക സർവകലാശാലയിലും ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിലും വൈസ് ചാൻസലർ പദവിയിലേക്ക് രണ്ടുപേരെ ഏകപക്ഷീയമായി ഗവർണറുടെ മാത്രം താൽപര്യത്തിന്റെ പുറത്ത് നിയമിക്കുന്ന വാർത്ത പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഹൈക്കോടതി അടക്കം വെല്ലുവിളിച്ചുകൊണ്ട് സർക്കാരിൻ്റെ നിർദ്ദേശങ്ങളെയൊന്നും പരിഗണിക്കാതെ സർവകലാശാലകളുടെ താൽപ്പര്യങ്ങളെ ചോദിക്കാതെ കണക്കിലെടുക്കാതെ വീണ്ടും രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി സംഘപരിവാർ അജണ്ട ക്യാമ്പസുകൾ സർവകലാശാലകളിൽ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തുടരെയുള്ള ഇടപെടലാണ് ഇന്നലെയും നാം കാണുന്നതിന് തയ്യാറായിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.